സിനിമാ താരങ്ങൾക്ക്, സ്പോർട്സ് താരങ്ങൾക്ക്, ഗായകർക്കൊക്കെ ഫാൻസ് ഉണ്ടാവുക സ്വാഭാവികമാണ്. അല്ലെ, അതിൽ വലിയ പുതുമയൊന്നുമില്ല. പക്ഷേ ഒരു അവതാരികയ്ക്ക് ഒപ്പോട്ടെ എൽദോക്ക് ഫാൻസ് ഉണ്ടോ? എങ്ങനെ? അത് നമുക്ക് മൈൻഡ് ചെയ്യണ്ട, അത് വെറുതെ ഇടയ്ക്കിടയ്ക്ക് തള്ളുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു അവതാരികയ്ക്ക് ഫാൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാനൊരു അവതാരികയാണ്, എനിക്ക് വലിയ ഫാൻസ് ഒന്നുമില്ല. അപ്പൊ വീണ്ടും പ്രേക്ഷകരെ എല്ലാവർക്കും എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി അറിയാലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു അവതാരികയ്ക്ക് ഫാൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എൽദോ. മുന്നിൽ അതിഥിയായിരിക്കുന്നവരെ ഏറ്റവും ഗംഭീരമാക്കുക, കൂളാക്കുക എന്നുള്ളതാണ് ഒരു അവതാരകയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ എക്സലന്റ് ആയിട്ടുള്ള ഒരാളെ ഒരു ചിരിയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചിരി ചിരിച്ച് ഈ സെലിബ്രിറ്റി ഇന്റർവ്യൂകൾക്ക് ഒരു ന്യൂജൻ വൈബിലേക്ക് അത് അപ്ഡേറ്റ് ആക്കി മാറ്റിയ പ്രിയപ്പെട്ട മോസ്റ്റ് സെലിബ്രിറ്റി ആങ്കർ, ദ അവാർഡ് വിന്നർ ഓഫ് പിടാപ്പിള്ളിൽ Diva 2024 Vibrant Host Award goes to Miss Parvati Babu. Yes. പാർവതി, എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ഒരു ആങ്കറിന്റെ ആദ്യ ക്വാളിറ്റി പ്രകടമാക്കി. അപ്പോ ഈ ആങ്കർ വരുമ്പോ ആങ്കറെ ഇന്റർവ്യൂ ചെയ്യാന്ന് വലിയ പാടാണ് അല്ലേ? ചെയ്തിട്ടുണ്ടോ? ചോദ്യം ചോദിച്ചാൽ മതിയായിരുന്നു, പിന്നെ ചോദ്യത്തിന് ഉത്തരം പറയാൻ അതും പാടാണ്. അതെ, അത് ഭയങ്കര പാടാന്ന് എനിക്കിപ്പോ തോന്നുന്നു. അപ്പൊ എങ്ങനെയാ ഏറ്റവും പേടിപ്പിച്ച ഇന്റർവ്യൂ ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ മമ്മൂക്കെ ഇന്റർവ്യൂ എടുക്കാൻ ഒരു ചാൻസ് കിട്ടിയായിരുന്നു. പക്ഷെ അതൊരു ഗ്രൂപ്പ് ഇന്റർവ്യൂ ആയിരുന്നു. ബട്ട് സ്റ്റിൽ ആ ദിവസം ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഷൈൻ ചേട്ടന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ എടുക്കാനായിരുന്നു. അവിടെയാണല്ലോ ഇങ്ങനെ പറന്ന് എയർലായതല്ലേ? അതെ അതെ, അത് ഫോൺ എറിഞ്ഞൊരു ഇന്റർവ്യൂ ഉണ്ടായി. പക്ഷെ അതിന് മുന്നത്തെ ഇന്റർവ്യൂ ആണ് ആദ്യം വൈറലായത്. അപ്പൊ അതില് ആദ്യം തുടക്കം ഒരു ടെൻഷൻ ഉണ്ടായി. പക്ഷെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഷൈൻ ചേട്ടൻ തന്നെ നമ്മളെ കൂളാക്കി അതങ്ങോട്ട് മാറി മൊത്തത്തില്. ഈ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ധ്യാൻ ചേട്ടൻ എവിടെയുണ്ടോ അവിടെ പാർവതിയും ഉണ്ട്. നിങ്ങൾ ഭയങ്കര സൗഹൃദം കേട്ടിട്ടുണ്ട്, ശരിയാണോ? അത് നല്ല വൈബാണോ രണ്ടുപേരും ചേരുമ്പോ? അതെ അതെ, എനിക്കൊന്നും ധ്യാൻ ചേട്ടൻ എന്റെ അടുത്ത് മാത്രമല്ല ഇന്റർവ്യൂസ് എടുക്കുന്ന എല്ലാവരുടെ അടുത്തും ഭയങ്കര വൈബാണ്. ആള് മൊത്തത്തിലേ വൈബാണ്. ഇപ്പൊ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തത്തിൽ ആള് വൈബാക്കും. പിന്നെ ഒരു കണക്ഷൻ ഉണ്ട് ആളുടെ അടുത്ത്. പിന്നെ എല്ലാവരും ഇന്റർവ്യൂസിലൊക്കെ കേൾക്കുന്ന പോലെ ധ്യാൻ ചേട്ടൻ ഫോൺ എടുക്കില്ല, ചിലപ്പോൾ മെസ്സേജിന് റിപ്ലൈ തരില്ല. പക്ഷെ എവിടെ വെച്ച് കണ്ടാലും നമ്മളെ വിളിക്കും. ഇപ്പം ഞാൻ പാർവതിയോട് ചോദിക്കുകയാണ്, ഇപ്പൊ ഞങ്ങളുടെ ഈ പരിപാടിയുടെ ആങ്കർ പാർവതിയാണെന്ന് വിചാരിക്കാം. ഒന്ന് സ്വാഗതം ചെയ്തേ ഈ വേദിയെ, വിളിച്ചേ അങ്ങോട്ട് പോരട്ടെ. ഓക്കെ, ഞങ്ങൾ മാറണോ? ഞങ്ങൾ മാറി നിൽക്കണോ? ഞങ്ങൾക്ക് പണിയുണ്ട്, സാർമാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി പാർവതി മതി എന്ന് പറയരുത്. ഭവ്യ പാർവതി നേരത്തെ പറയേണ്ടിരുന്നോ? അത് ഭവ്യ പാർവതിയാണ്. പാർവതി, അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്. ഇത് പാർവതി. എന്റെ പ്രിയപ്പെട്ട എഡിറ്റർ കാണുമ്പോൾ ഈ ഭവ്യ അങ്ങ് വെട്ടി മാറ്റി നമുക്ക് പാർവതി അങ്ങ് എടുക്കാം. എനിക്ക് തന്നെ പാരയാവരുത്. വിളിച്ചോ ഇൻവൈറ്റ് ചെയ്തോ ഞങ്ങളുടെ പ്രേക്ഷകർ. ഓക്കെ, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് നോക്കി. ദിയ 2024 അവാർഡ്സ്, ദിയ ഡിജിറ്റൽ ഇൻഫ്ലുവൻസർ അവാർഡാണ്. ഓക്കെ, അപ്പോ വെൽക്കം എവരിവൺ ടു പിട്ടാപ്പിള്ളി ഏജൻസീസ് പ്രസൻസ് ദിയ 2024. ഇതാണ് നമ്മൾ ബ്രാൻഡിംഗ് പോലും പറഞ്ഞു കൊടുത്തില്ല. പക്ഷേ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അവര് കൊണ്ടാണ് ചേട്ടാ നമ്മൾ ജീവിക്കുന്നത്. അവര് മറന്ന ഒരു കളി നമുക്കില്ല. അതാണ് അത്രേ ഉള്ളൂ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. ഞാനിപ്പോ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു, ഹാപ്പി ഫ്രെയിംസ്. ഈ ഹാപ്പി ഫ്രെയിംസ് ഞാൻ ചോദിക്കാൻ പറ്റുമായിരുന്നു. അതായത് ഒരു ആങ്കറായി മുന്നിൽ പോയിരുന്ന് അത് ചോദ്യം ചോദിക്കുക, രസകരമായിട്ട് ഇന്റർവ്യൂ പോവുക, അതൊരു ഹോംവർക്കിൽ തീർക്കാവുന്നതാണ്. പക്ഷേ ഒരു സ്ഥാപനം കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. എങ്ങനെയുണ്ട് ഒരു മാധ്യമ മുതലാളിയായിരിക്കുന്നത്? ഒട്ടും എളുപ്പമല്ല ചേട്ടാ, നല്ല പാടാണ്. കാരണം ഞാൻ തുടങ്ങി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബാക്കിയുള്ള വർക്ക്സ് പാരലലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഓൺ ക്യാമറ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ബിഹൈൻഡ് ദ ക്യാമറയും കൂടെ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ബിക്കോസ് അതിൻ്റെ പ്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കണം. പക്ഷേ ഹാപ്പിയാണ്, നന്നായിട്ട് പോകുന്നുണ്ട്. ഞാൻ അതും എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം എൻ്റെ ബാക്കി വർക്ക്സ് നടക്കുന്നുണ്ട്. എൽദോ, ഇപ്പം നമ്മളിങ്ങനെ പറയും നവരസങ്ങൾ കുറേ ഉണ്ടല്ലോ, എത്രണ്ണുണ്ട്? നവരസങ്ങൾ. അതെ അതെ, നവരസങ്ങൾ അത്രേ ഉള്ളൂ. അപ്പം അതേപോലെ തന്നെ കുറേ ചിരികളുണ്ട്. ഇതില് എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ കള്ളച്ചിരി, പൊട്ടിച്ചിരി, ആക്കിച്ചിരി, എല്ലാ ചിരി എനിക്കുണ്ട് ചേച്ചി, എല്ലാ ചിരി എനിക്കുണ്ട്. ഞാനൊന്നൊരു വെറൈറ്റി ചിരി വരട്ടെ. മുഖം പൊത്തിച്ചിരിക്കണേ എന്നെയാണോ ചേട്ടാ പറഞ്ഞേ? തൊട്ടടിക്കാൻ വേണമെങ്കിൽ അങ്ങനെ ചിരിച്ചോ? എപ്പോഴും ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. എല്ലാ ഇന്റർവ്യൂവിലും ഒരു പ്രത്യേക ചിരിയുണ്ട് പാർവതിക്ക്. അതിങ്ങനെ ഇങ്ങനെ അങ്ങ് ആടും അല്ലാതെ അല്ലേ? പാർവതിന്റെ ഒരു ക്വാളിറ്റി കൂടിയാണ്. അതായത് പാർവതി
ഡൗൺ ആവുമ്പോഴും ആ ചിരി കൊണ്ട് പാർവതി കയറി. അതെ. ഓക്കെ, അതെന്തായിരുന്നു സീക്രട്ട് എന്താണ്? ചിരിയാണ് അതിന്റെ ഒരു പിന്നെ എനർജി പുള്ളത്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കും എപ്പോഴും. ഇപ്പൊ നമ്മളുടെയൊക്കെ ഗ്യാങ്ങിൽ നമ്മൾ ഒന്ന് ചിരിക്കുമ്പോ എന്തെങ്കിലും വളിപ്പടിച്ചാൽ ഒരാളുണ്ടാവില്ല സപ്പോർട്ട് ചെയ്യാൻ. എന്ത് വളിപ്പിനും ചിരിക്കുന്ന ഒരാൾ. ഞാനങ്ങ് ചിരിക്കും. അങ്ങനെയാ. ചേട്ടൻ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചിരിച്ചു തരും. ഇവിടെ ആര് ചിരിച്ചില്ലെങ്കിൽ ചേട്ടനെ ഞാൻ സപ്പോർട്ട് ചെയ്യും. ഞാൻ വളിപ്പടിക്കില്ല. ആണോ? അങ്ങനെയാണ് പൊതുവെ. എനിക്ക് ചിരിയുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ശരിക്കും അതും നല്ലൊരു പോസിറ്റീവ് ആണല്ലേ, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. യെസ്, എക്സാക്ട്ലി. ആ പോസിറ്റിവിറ്റി ആണ് പാർവതിയുടെ ഏറ്റവും വലിയ മുഖമുദ്രയും കരുത്തും. അപ്പോൾ എപ്പോഴും ഹാപ്പി തന്നെ പാർവതി ഇരിക്കട്ടെ. താങ്ക് യു സോ മച്ച് പാർവതി. പോകല്ലേ, പിട്ടാപ്പിള്ളി ഏജൻസീസിന്റെ ഗിഫ്റ്റ് നമ്പർ നൽകിയിട്ടേ വിടുന്നുള്ളൂ. പിട്ടാപ്പിള്ളി ഏജൻസീസിന്റെ ഗിഫ്റ്റ് നമ്പർ നൽകുന്നു പ്രിയപ്പെട്ട പാർവതി ബാബുവിന്. Okay, thank you so much. Okay, thank you once again.